AI, machine learning, deep learning, data science. ദിവസേന എന്നോണം നിങ്ങൾ കേൾക്കുന്ന ബസ്വേർഡ്സ് ആണ് ഇവയെല്ലാം. എന്നാൽ do you know how all these domains are different from each other? If you don't, let's take a look at it. Artificial intelligence, AI. Let's start with that. Okay? AI simply means we are making machines to do tasks without human intervention. സോ അതുകൊണ്ട് തന്നെ ഇതൊരു സിംഗിൾ ടൂളല്ല, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡൊമൈൻ അല്ല. അതിനകത്തുള്ള മെഷീൻ ലേണിംഗ് പോലെ, ഡീപ്പ് ലേണിംഗ് പോലെയുള്ള, കമ്പ്യൂട്ടർ വിഷൻ പോലെയുള്ള നിരവധി ഡൊമൈനുകളുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒരു AI ഡ്രിവൺ ആപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങളുടെ ഫോണിലെ ഫോട്ടോ ലാബ് ആപ്ലിക്കേഷൻ പോലെ, അല്ലെങ്കിൽ ChatGPT പോലെ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന വീഡിയോസിന് സിമിലർ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലഭിക്കുന്നത് പോലെ, അല്ലെങ്കിൽ റോഡരികിൽ നിങ്ങളെ കാത്തിരിക്കുന്ന AI ക്യാമറ പോലെ, ഇങ്ങനെ നിരവധി ആപ്ലിക്കേഷനുകൾ. അങ്ങനെയെങ്കിൽ എന്താണ് മെഷീൻ ലേണിംഗ്? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മെഷീൻ ഈസ് ലേണിംഗ് സംതിങ്. എവിടെ നിന്നാണ് മെഷീൻ ലേൺ ചെയ്യുന്നത്? ഫ്രം ഡേറ്റ. സോ സിംപ്ലി മെഷീൻ ലേണിംഗ് ഇസ് എ ഫീൽഡ് where we're using some mathematical and statistical tools and concepts to derive information from data. ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു മാത്തമാറ്റിക്കൽ മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ക്രിയേറ്റ് ചെയ്ത മോഡലുകൾ ഉപയോഗിച്ചാണ് റിയൽ വേൾഡിലെ ബിസിനസ് പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. ദെൻ എങ്ങനെയാണ് ഡീപ്പ് ലേണിംഗ് മെഷീൻ ലേണിംഗ് നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്? ഡീപ്പ് ലേണിംഗ് എന്നത് മെഷീൻ ലേണിംഗിൻ്റെ ഒരു സബ് ഡൊമൈനാണ്. ഇവിടെ എക്സാക്ട്ലി ഹ്യൂമൻ ബ്രെയിനിനെ മിമിക് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതും നമ്മളൊരു ഇവൻറ്റുകളോട് പ്രതികരിക്കുന്നതുമെല്ലാം നമ്മുടെ ശരീരത്തിലെ ന്യൂറോണുകളെ അടിസ്ഥാനമാക്കിയാണ്. ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഹെൽപ്പോടുകൂടി ഹ്യൂമൻ ബ്രെയിൻസിനെ മിമിക് ചെയ്യാനുള്ള ശ്രമമാണ് ഡീപ്പ് ലേണിംഗ് എന്ന ഡൊമൈനകത്ത് നടക്കുന്നത്. ഇനി ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് ഈ ഡൊമൈനുകളുടെ എല്ലാം ഹെൽപ്പ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രോബ്ലത്തിൻ്റെ സ്വഭാവം, നിങ്ങളുടെ ഡേറ്റയുടെ സ്വഭാവം എന്നതിനെയൊക്കെ ആസ്പദമാക്കിയാണ് ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ഈ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. That's how all these domains are different from each other. If you are interested in these kind of videos, let us know. Thank you.